ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ആരെങ്കിലും രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ ആഗ്രഹം ഇല്ലാത്ത ആൾക്കാർ വരുമോ? അത് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, തിരിച്ചു ചോദ്യം. ഞാനൊന്നും അല്ല, നേതൃത്വം അറിയല്ലോ ആരെയും മത്സരിപ്പിക്കണ്ട ആരെയും മത്സരിപ്പിക്കണ്ടെന്ന്. അവർക്കറിയില്ല കഴിവുള്ള ആൾക്കാർ ആരാന്ന്. അറിയൂന്ന് ഞാൻ പറയുന്ന, നേതൃത്വത്തിന് അറിയുമെന്ന്. കഴിവുള്ള ആൾക്കാർ ആരാന്ന് അവരെ നോക്കിയിട്ട് മത്സരിപ്പിക്കും. എനിക്കറിയോ? അത് നിങ്ങളല്ലേ നോക്കണ്ടേ. സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉണ്ടാവുന്നുള്ള ഉറപ്പുണ്ടോ? അത് സതീഷ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ, VD സതീശൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത്രയും പ്രാതിനിധ്യം ഉണ്ടാകുമ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ആയ ക്ഷമയെ പോലെ ഒരാളെ അവഗണിക്കും തോന്നുന്നുണ്ടോ? ഞാൻ എന്റെ പാർട്ടി എന്താ തീരുമാനം എടുക്കുന്നത് അതിന്റെ ഒക്കെ ഉണ്ടാവും. ദേശീയ തലത്തിൽ സംസ്ഥാന നേതൃത്വത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക്, ദേശീയ രാഷ്ട്രീയത്തിലാണല്ലോ ഇപ്പോൾ ഉള്ളത്, സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഒരു പാർട്ടി എന്താ പറയുന്നത്? എത്ര ആൾക്കാർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്, ദേശീയ രാഷ്ട്രീയത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പോയിട്ടുണ്ട്. നിങ്ങൾ രാഷ്ട്രീയം ചെയ്യുമ്പോൾ അതൊന്നും നോക്കലില്ലല്ലോ. ജനങ്ങളെ സേവനത്തിന് വന്നതാ. ഒരു ജനങ്ങളെ സേവനം എവിടെയാ ചെയ്യുന്ന പാർട്ടി പറയും, അത് ഞങ്ങൾ പാലിക്കണം, അത്ര തന്നെ. മത്സരിക്കട്ടെ സുധാകരൻ, നല്ലതല്ലേ? നമ്മൾ ഏറ്റവും വലിയ മുതിർന്ന നേതാവല്ലേ കണ്ണൂര്. അത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഞാൻ എന്നെ പറ്റിയിട്ടാ പറയണ്ടേ? എന്ത് ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത്? നേതാക്കളോട് ചോദിക്കണം. ഈ ചോദ്യം നിങ്ങൾ നേതാക്കളോട് ചോദിക്കണം, എന്നോടല്ല ചോദിക്കണ്ടേ. എനിക്ക് എന്നെ പറ്റി പറയാൻ പരിഗണിക്കുന്നില്ല എന്നൊരു അമർഷം മനസ്സിലുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു അമർഷനൊന്നും എന്റെ മനസ്സിലില്ല. പരിഗണിക്കുമെന്ന പ്രതീക്ഷയുണ്ടോ? അത് നിങ്ങൾ അവരോട് ചോദിക്കണം, എന്നോടല്ല. മാഡം വളരെ പ്രതീക്ഷയോടെ ഈ കേരളവാസി വരുന്നതായിട്ടാണ് ഞാനൊരു കാര്യം പറയാം. എന്റെ KPCC പ്രസിഡന്റ്, എന്റെ പ്രതിപക്ഷ നേതാവ്, അപ്പൊ അവരുണ്ടാവുമ്പോൾ നമ്മൾ കാണാൻ സ്വാഭാവികമായിട്ട് കുറെ പേരുണ്ട് ഇവിടെ. KPCC ജനറൽ സെക്രട്ടറിമാരുണ്ട്. അവരോട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കണമല്ലോ. പക്ഷെ എന്റെ ഇതില് സ്ത്രീകളെ എന്തായാലും പരിഗണിക്കണം പാർട്ടി. അത് ഒരു എന്റെ കണ്ണൂര് എന്റെ ഉപ്പാടെ തറവാട് കണ്ണൂരാ, എന്റെ വീട് കണ്ണൂരാ. പിന്നെ ഞാൻ വേറെ എവിടെയാന്ന് ചെയ്യേണ്ടത്? കണ്ണൂരല്ലേ പിന്നെ പ്രവൃത്തി ചെയ്യേണ്ടത്. അതൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ എത്ര ആൾക്കാർ വേറെ സ്ഥലത്ത് പോയിട്ട് മത്സരിക്കുന്നുണ്ട്, അതൊന്നും ഞാൻ പറയൂല. ഞാൻ എന്റെ ഇഷ്ടം പോലെ ഞാൻ പ്രവർത്തിക്കുന്നത്. എന്റെ നാടാത്, എന്റെ ഉപ്പാടെ നാടാണ്, എന്റെ ഉമ്മാന്റെ ഉപ്പാടെ നാടാണ്, എന്റെ നാടാണ്. ക്ഷമയ്ക്കെതിരെ കേരളത്തിലെ കോൺഗ്രസിൽ ഒരു ലോബി ഉണ്ടോ? അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. മത്സരിക്കാനുള്ള ആഗ്രഹം അറിയിച്ചതിനോട് അത് നിങ്ങൾ നേതാവിനോട് ചോദിക്കണം. ഞാനൊന്നും പറയുന്നില്ലല്ലോ, എനിക്കറിയില്ല. അത് ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ, ഒരാളും രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാർ വരില്ല. അതിൽ നിങ്ങൾ മനസ്സിലാക്കി. അതായത് ക്ഷമയ്ക്ക് നല്ല ആഗ്രഹമുണ്ട്. അല്ലല്ല, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ആരും മത്സരിക്കാണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ കയറുന്ന മത്സരിക്കാണ്ട്